ഹേ ഗൈസ്, ഹൗ യു ഓൾ? ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഞാൻ ചില ഐറ്റംസ് ഒക്കെ കാണിക്കാം. ദേ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെ കൊണ്ട് എന്താ ചെയ്യാൻ പോണത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡോണൂസിനുള്ള ഒരു കിച്ചടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടുന്ന ഐറ്റംസ് ആണ് ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് റൈസ് വേണം, കുറച്ച് മൂങ് ദാൽ വേണം. അതായത് സ്പ്ലിറ്റ് പയറില്ലേ, ചെറുപയർ വെള്ള കളറിലിങ്ങനെ ഇരിക്കുന്ന ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ കുക്കർ വെച്ചു. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി, അതുപോലെ മൂങ് ദാലൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഈ നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റും ബീട്രൂട്ടും, അതൊന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നെയ്യിലൊന്ന് ചെറിയ രീതിയിലൊന്ന് വാട്ടുക. അതിനുശേഷം നമ്മുടെ മൂങ് ദാൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസ്, 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പോളം മൂങ് ദാൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും കണക്ക് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കുക. ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി കേട്ടോ, വലിയ തീ വേണ്ട. എന്നിട്ട് 2 കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ചെറിയ 2 കപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വേവിക്കാം. ഒരു 4 വിസിൽ വരെയൊക്കെ വന്നാൽ മതി. അപ്പോൾ പിന്നെ ബസ്മതി റൈസ് അല്ലേ, പെട്ടെന്ന് വെന്തോളും. അപ്പോൾ എന്തായാലും ഒരു 3-4 വിസിലൊക്കെ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അത് കുക്കായി വന്നതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, നല്ല ആവി പറക്കുന്ന രീതിയിൽ ഫുള്ള് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചൂടിൽ കിടന്ന ആ മല്ലിയില വേവുമല്ലോ, അതിൽ ഒന്ന് ഇഴുകിച്ചേരുമല്ലോ, അത്രയും മതി. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തൈരിൻ്റെ കൂടെ, പുളിയില്ലാത്ത തൈരിൻ്റെ കൂടെ നമ്മുടെ ഡോഗ്സിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കിച്ചടിയാണ്, വെജിറ്റബിൾ കിച്ചടിയാണ്. പിന്നെ ഇതിൽ ഞാൻ നോൺ ഐറ്റംസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് ആയിട്ട് ഡോണൂസൻ കുറച്ച് നോൺ വെജ് കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ അങ്ങനെ നോൺ വെജ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് കേർഡ് അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തു. ആശാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഡോണൂസിൻ്റെ ഡിന്നർ. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ.